ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആപ്പിൾ ഐഫോൺ എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ഫോർമാറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പം ഐഫോൺ കംപ്ലീറ്റ് ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഐഫോൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴെ എറേസ് ഓൾ കോണ്ടന്റ് ആൻഡ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഡിലീറ്റ് ആവുക എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആപ്സും ഡാറ്റാസും ഒക്കെ ഡിലീറ്റ് ആവും. ആപ്പിൾ അക്കൗണ്ട് ഡിലീറ്റ് ആവും. അതുപോലെ തന്നെ ഫൈൻഡ് മൈ ഒക്കെ ഡിലീറ്റ് ആവുന്നതായിരിക്കും. എന്തായാലും കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എറേസ് ഐഫോൺ എന്നുള്ള ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഐക്ലൗഡിലോട്ട് ബാക്കപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ബാക്കപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഫിനിഷ് അപ്ലോഡ് ദെൻ എറേസ് എന്നുള്ളത് കൊടുക്കുക. ഒന്നും ബാക്കപ്പ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ എറേസ് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് നമ്മുടെ ഐക്ലൗഡിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ടേൺ ഓഫ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നതായിരിക്കും. വീണ്ടും ഇത് റീസ്റ്റാർട്ട് ആവും. റീസ്റ്റാർട്ട് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോൺ ഫുള്ള് റീസെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം പുതിയ ഫോൺ പോലെ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺ ഫുള്ളായിട്ട് ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.